തട്ടിമുട്ടിയുടഞ്ഞും തട്ടിക്കുട്ടിയെടുത്തും ഒഴുകുവി ജീവിത തോണിയിൽ അരവയർ നിറയ്ക്കാൻ ഇടയ്ക്കൊന്നു രസിക്കാൻ അണിയും ഓരോ കോലങ്ങൾ. ഇതു നാട്ടിൽ നിറയും കാഴ്ചകൾ, കാട്ടിലറയും കുമിളകൾ, നുരയും ചിരിയുടെ സൂത്രവാക്യങ്ങൾ. സൂത്രവാക്യങ്ങൾ സൂത്രവാക്യങ്ങൾ സൂത്രവാക്യങ്ങൾ. ഈ ആനക്കൊക്കെ ഇത് എന്നാ പറ്റിയെന്നാ ഞാൻ ആലോചിക്കണത്. എന്തോരം ആൾക്കാരാടാ കുത്തിക്കൊല്ലണത്. ഹോ, നീ ഇന്നത്തെ വാർത്ത ശ്രദ്ധിച്ചായിരുന്ന? പത്രമേ വായിക്കാറില്ല, പിന്നെയല്ലേ വാർത്ത. നീ അറിഞ്ഞ എന്ത്? കേരളത്തിലെ ജനസംഖ്യ കുറയ്ക്കുന്നതിന് വേണ്ടി സർക്കാർ ടിപ്പർ ലോറികളുടെ എണ്ണം കൂട്ടുമെന്ന്. ശരിയാണ്. ഇപ്പൊ കേരളത്തിലേക്ക് ഇപ്പൊ പഴയ പോലെ കാലനും വരാറില്ല, പകരം ടിപ്പർ ലോറിനെ അയച്ചേക്കണത്. എടാ, ഞാൻ ആലോചിക്കായിരുന്നേ, നമ്മുടെ വി ഹെൽപ്പ് ഒന്ന് ക്ലച്ച് പിടിക്കുന്നവരെ നമുക്ക് എന്തെങ്കിലും സൈഡ് ബിസിനസ് അറിയാലോ. എന്ത് സൈഡ് ബിസിനസ്? മുട്ട കച്ചവടം. മുട്ട കച്ചവടോ? എടാ, നമുക്ക് അമേരിക്കയിലേക്ക് മുട്ട കയറ്റി അയക്കാം. അമേരിക്കയിലേക്ക് മുട്ട കയറ്റി വിടാനാ? അമേരിക്കയിൽ മുട്ട നിന്റെ അച്ഛൻ കൊണ്ട കൊടുക്കും. എടാ മണ്ട, ഇതാ പറഞ്ഞ ബുദ്ധി വേണമെന്ന്. നമുക്ക് അമേരിക്ക പോണവരെ മുട്ട കൊടുത്തു വിട്ടാ പോരെ? അപ്പൊ കാശോ? അവരെ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോ തരും. അമേരിക്കന്ന് എന്ന് തിരിച്ചു വരും നീ പറയണ? എടാ, ഒരാള് പോയി 5 വർഷം കഴിയുമ്പോ തിരിച്ചു വരില്ലേ? 5 വർഷം കഴിയുമ്പോഴാ? ഇത് എന്റെ വാലിക്കണമെല്ലാം കേൾപ്പിക്കരുത്. അപ്പൊ മുട്ട നമുക്ക് ബുൾസൈ അടിച്ച് കഴിക്കാം. ബാക്കിയുള്ളവൻ അല്ലാണ്ട് തന്നെ ഓരോ ദിവസം മുട്ട ഇട്ട് കളിക്കും. എടാ, ഈ വി ഹെൽപ്പ് എന്ന് ഇവിടെ ഒരു മഹാസംഭവമുണ്ട്. നമ്മൾ ഒരാളെ സഹായിക്കാന്ന് വെച്ചാൽ അതിന്റെ സുഖം എന്താണെന്ന് അറിയാം. പിന്നെ ആരെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ നമ്മളിത് ത്യാഗം ചെയ്തിട്ട് ആരും ചെയ്തു കൊടുക്കണം. ഹലോ, ഞങ്ങളാണോ വിളിച്ചത്? അതെ, നിങ്ങളെ തന്നെ വിളിച്ചത്. നമ്മളെ തന്നെയാണോ വിളിച്ചത്? എന്താണ് സാറേ, എത്ര വിളിച്ചു? പരിസരം മറന്നാണ് നടക്കുന്നത്. ഞങ്ങൾ ഇത്ര തിരക്കിലായി പോയതുകൊണ്ടാണ് നമ്മളെ സാറേന്ന് ഹെൽപ്പ് ചെയ്യാനല്ലേ ഞങ്ങൾ നടക്കണല്ലേ? ചേട്ടാ, ഒരു മിനിറ്റ്. എടാ, നമ്മുടെ വി ഹെൽപ്പ് തുടങ്ങിയാൽ ഇവിടെ എല്ലാവരും അറിയണ തോന്നണത്. എന്തായാലും നമ്മൾ ഫേമസ് ആയി, നമ്മുടെ ശുക്രം തെളിഞ്ഞു തുടങ്ങിയെന്നോ തോന്നണ. ശുക്രൻ ശാപം. പിന്നെ ചേട്ടാ, കാശിന്റെ കാര്യമൊക്കെ അറിയാമല്ലോ. അതിനെന്താ? വേറെ ഒന്നും അല്ല പറഞ്ഞത്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ മാഷ് കണക്ക് ചോദിച്ചാൽ പോലും ഞങ്ങൾ കണക്ക് പറയാറില്ല. അതന്നും അതെ, ഇന്നും അതെ. അതൊന്നും ഒരു പ്രശ്നമാക്കണ്ട. പണം അതെ, പറഞ്ഞത് നേരം വേണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടി കയറുന്നു വലിച്ചു പിടിച്ചേ. കുറച്ച് നേരം. ചേട്ടൻ മാറിയേ. പിടിച്ചടാ, ചേട്ടൻ ധൈര്യമായിട്ട് പോകേട്ടാ. പിടിച്ചടാ. ഈ ചേട്ടൻ്റെ സ്നേഹമുള്ള ചേട്ടനാടാ. എന്നിട്ടാണ് ആൾക്കാർ പറഞ്ഞ ചേട്ടൻ പ്രാന്താണ്, വട്ടാണെന്നൊക്കെ. അല്ലേലും അതെടാ, സത്യം വിളിച്ചു പറഞ്ഞവർക്ക് സമൂഹത്തിൽ പ്രാന്താ. അതെ, സാറുമാരെ മുറുക്കെ പിടിച്ചോണം, താഴെ ഇടരുത്. പേടിക്കണ്ടാട്ടാ. ഇയാളൊരു മണ്ടൻ തന്നെ. ഇതിനൊക്കെ നമ്മളെ വിളിച്ച് കാശ് തരേണ്ട വല്ല കാര്യമുണ്ടോ? ഈ പരിസരത്ത് വല്ല ചെറുപ്പക്കാരെ വിളിച്ചാ പോരെ? പിടി. ശരിയാ, പക്ഷെ പറയാൻ പറ്റൂല. നമ്മളിൽ വിശ്വാസമായിരിക്കും ചിലപ്പോ പുള്ളിയിൽ ആത്മവിശ്വാസം. സാറുമാരെ ആഞ്ഞു വലിച്ചോ. മതിയോ? ഒന്നും കൂടി. മതിയോ? പോരാ, മതിയോ? ഒട്ടുക്കത്ത വെയിറ്റ് ആണ്. വിട്ടുകളെ നമ്മുടെ വില പോകും. വലിച്ചോ. മതിയോ? ഇതെന്താ ആൾക്കാരൊക്കെ അങ്ങോട്ട് ഓടുന്നത്? എനിക്കൊരു കാര്യം ചെയ്യും, ഒന്ന് പിടിച്ചേ. വിടരുതട്ടാ. അയ്യോ അയ്യോ, നാട്ടുകാരെ ഓടി വന്ന്. അയ്യോ, അയ്യോമാരെ അച്ഛനെ തൂക്കിക്കൊല്ലാൻ നോക്കണേ. എനിക്ക് ആരുമില്ലേ. അയ്യോ അയ്യോ, അയ്യോമാരാണ് എന്റെ അച്ഛനെ തൂക്കിക്കൊല്ലാൻ നോക്കണേ. എനിക്ക് ആരാണ് വിട്ടോ? അയ്യോ. അരവയർ നിറയ്ക്കാൻ ഇടയ്ക്കൊന്നു രസിക്കാൻ അണിയും ഓരോ കോലങ്ങൾ. ഇതു നാട്ടിൽ നിറയും കാഴ്ചകൾ, കാട്ടിലറയും കുമിളകൾ, നുരയും ചിരിയുടെ സൂത്രവാക്യങ്ങൾ. സൂത്രവാക്യങ്ങൾ സൂത്രവാക്യങ്ങൾ സൂത്രവാക്യങ്ങൾ.